السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സൂറ ആലു ഇമ്രാൻ 20-ാമത്തെ ആയത്ത്, 19 ആയത്തുകൾ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫഇൻ حاجوك فقل أسلمت وجهي لله ومن اتبعني وقل للذين أوتوا الكتاب والأميين أأسلمتم فإن أسلموا فقد اهتدوا وإن تولوا فإنما عليك البلاغ والله بصير بالعباد. إن الذين يكفرون بآيات الله ويقتلون النبيين بغير حق ويقتلون الذين يأمرون بالقسط من الناس فبشرهم بعذاب أليم. أولئك الذين حبطت أعمالهم في الدنيا والآخرة وما لهم من ناصرين. فإن حاجوك, അവർ നിന്നോട് തർക്കിക്കുന്നുവെങ്കിൽ, ഫഖുൽ, അപ്പോൾ നീ പറയുക, അസ്ലംതു, ഞാൻ സമർപ്പിച്ചിരിക്കുന്നു, വജ്ഹിയ, എന്റെ മുഖം, ലില്ലാഹ്, അല്ലാഹുവിന്, വമനിത്തബഅനി എന്നാണ്. അതിന്റെ യാ കട്ടായിപ്പോയതാണ്, ഒരബദ്ധത്തിൽ കട്ടായിപ്പോയതല്ല, അങ്ങനെയാണ് അവിടുത്തെ നിയമം. എന്നെ പിന്തുടർന്നവർ, എന്നെ ഇത്തിബാ ചെയ്തവർ. വഖുൽ, നീ ചോദിക്കുകയും ചെയ്യുക. ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ചോദിച്ചു, കൽപ്പിച്ചു, പ്രാർത്ഥിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട്. അതിന്റെ ശേഷം പറയുന്നത് ആരോടാണ്, എന്താണെന്നൊക്കെ ഉള്ളതിനനുസരിച്ചാണ്. ലല്ലദീന ഊത്തുൽ കിതാബ്, കിതാബ് നൽകപ്പെട്ടവരോട്, വൽ ഉമ്മിയീൻ, ഉമ്മിയീങ്ങളോടും. നമുക്ക് വിശദീകരിക്കാം. അസ്ലംതും, നിങ്ങൾ കീഴ്പ്പെട്ടുവോ? ഫഇൻ അസ്ലമൂ, അവർ കീഴ്പ്പെട്ടാൽ, ഫഖദ് ഇഹ്തദൗ, ഉറപ്പായും അവർ നേർവഴിയിലായി. വഇൻ തവല്ലൗ, അവർ പിന്തിരിയുകയാണെങ്കിൽ, ഫഇന്നമാ അലൈക, നിശ്ചയമായും താങ്കളുടെ മേലുള്ള ബാധ്യത, അൽ ബലാഗ്, എത്തിച്ചു കൊടുക്കൽ മാത്രമാണ്. വല്ലാഹു ബസീറും ബിൽ ഇബാദ്, അല്ലാഹു അവന്റെ അടിമകളെ സൂക്ഷ്മമായി കണ്ടറിയുന്നവനാണ്. ഇന്ന, നിശ്ചയമായും, അല്ലദീന യക്ഫുറൂന, നിഷേധിക്കുന്നവർ, ബി ആയാത്തില്ലാ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, വയഖ്തുലൂന, അവർ വധിക്കുകയും ചെയ്യുന്നു, അന്നബിയീൻ, പ്രവാചകന്മാരെ, ബിഗൈരി ഹഖ്,
ഹക്കില്ലാതെ ന്യായം കൂടാതെ വയഖ്തുലൂന അവർ വധിക്കുകയും ചെയ്യുന്നു അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്ത് നീതി പാലിക്കാൻ കൽപ്പിക്കുന്നവരെയും വധിക്കുന്നു മിനന്നാസ് ജനങ്ങളിൽ നിന്ന് ഫബശ്ശിർഹും അവരെ സന്തോഷ വാർത്ത അറിയിക്കുക ബിഅദാബിൻ അലീം വേദനയേറിയ ശിക്ഷയെ കുറിച്ച് ഉലൈക അക്കൂട്ടർ അല്ലദീന ഹബിതത് അഅമാലുഹും അവരുടെ കർമ്മങ്ങളൊക്കെ പാഴായി പോയവരാൻ ഫിദ്ദുന്യാ വൽ ആഖിറ ഈ ലോകത്തും പരലോകത്തും വമാലഹും മിൻ നാസിരീൻ അവർക്കൊരു സഹായിയെയും കിട്ടുകയില്ല. അതാണ് വാക്കർത്ഥം. ഷഹിദ അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഇതൊക്കെ നമ്മൾ പഠിച്ചായത്താണ്. അപ്പോ ഒരു വലിയ പ്രസ്താവന നടത്താൻ പോകുന്നതിന്റെ മുൻപ് പറഞ്ഞ കാര്യമാണ് അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹും ഇല്ല എന്ന്. അപ്പോഴായിരുന്നു നമ്മൾ ഒരു ചോദ്യ ഉത്തരവും ഇവിടുന്ന് പഠിച്ചിരുന്നത്. ചോദ്യം എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ അള്ളാഹു മാത്രമാണ് ദൈവം എന്നല്ലേ, അല്ലെങ്കിൽ അള്ളാഹു ആണ് യഥാർത്ഥ ദൈവം എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന ചോദ്യം. എന്താ ഉത്തരം? ഓക്കെ, നമ്മക്ക് ഇവിടുന്ന് പറയാൻ സുഖം. അപ്പൊ നിങ്ങൾ ആദ്യം കേൾക്കണമാതിരി കേട്ടോളി. ഞാൻ 2 ക്ലാസ് മുമ്പ് പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇങ്ങനെയല്ലല്ലോ ഉത്തരം പറഞ്ഞു. അന്ന് ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞ അതേ ഉത്തരത്തിലാണ് നിങ്ങൾ ഇപ്പോഴും ഉള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉത്തരത്തുമ്പോ തന്നെയാണ് ഉള്ളത് എന്നാണ്. നമ്മൾ അവിടുന്ന് ഇറങ്ങണ്ടേ, മുന്നോട്ട് പോണ്ടേ, എന്നല്ലേ പറയുന്നേ. അപ്പൊ നിങ്ങൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ക്ലാസ് യൂട്യൂബിൽ കേട്ടു. നിങ്ങൾ മതസൗഹാർദ്ദവും പരസ്പര സഹവർത്തിത്വവും സംഗതികളെല്ലാം പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അള്ളാഹു ആണ് ദൈവം എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്, പറയുന്നത് എന്നതാണ് ചോദ്യം. അപ്പോ യഥാർത്ഥത്തിൽ ആരാണോ ദൈവം അവന്റെ പേരാണ് അള്ളാഹു എന്നതാണ് ഉത്തരം. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ബുദ്ധന്മാരും ജൈനന്മാരും മറ്റ് നമുക്ക് അറിഞ്ഞുകൂടാത്തവരും അറിയുന്നവരുമായ ദൈവവിശ്വാസികൾ ലോകത്തെവിടെയെല്ലാം ഉണ്ടോ അവരെല്ലാം പലതരം ഇലാഹുകളെ വിളിച്ചു പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ നേർച്ച വഴിപാടുകൾ നേരുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. ഓലായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം ആര് എന്നാണോ അവർ വിശ്വസിക്കേണ്ടത്, കരുതേണ്ടത്, അവന്റെ പേരാണ് അള്ളാഹു. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോ ദേവീ ദേവന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ഔലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അതൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷെ ഔലിയാക്കന്മാരാ ലോകം പഠിച്ചതെന്നൊന്നും ആർക്കും അഭിപ്രായമില്ല. ദേവീ ദേവന്മാരാണ് സൃഷ്ടാവ് എന്ന അഭിപ്രായമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ദൈവം, ഒരു ശക്തി, ഒരു പവർ, ഒരു സൂപ്പർ പവർ ഉണ്ട് എന്ന് അംഗീകരിക്കുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ തന്നെ ഉള്ളവനായ, ഉണ്ടായവനല്ല. ഉണ്ടാവണമെങ്കിൽ ആദ്യം ഇല്ലാതിരിക്കണ്ടേ. അപ്പോ ഉള്ളവൻ ഒന്നേ ഉള്ളൂ. നമ്മളൊന്നും ഉള്ളവരല്ല, ഉണ്ടായവരാണ്, ഇല്ലാണ്ടാകുന്നവരുമാണ്. യഥാർത്ഥത്തിൽ ഉള്ളവനായ ആ ഒരു ദൈവം, അതാണ് അല്ലാഹ്.
ആ അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നാണ് നമ്മൾ ബാങ്കിലൂടെ ഉറക്കെ വിളിച്ചു പറയുന്നത്. അതിന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്ത്, മലക്കുകളും സാക്ഷ്യം വഹിക്കുന്നു, ഇൽമുള്ള എല്ലാവരും സാക്ഷ്യം വഹിക്കുന്നു. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ ഉള്ള ജീവിത വ്യവസ്ഥ എന്ന് പറയുന്നത്, ദീൻ എന്ന് പറയുന്നത് അൽ ഇസ്ലാം എന്നത് മാത്രമാണ്. അൽ ഇസ്ലാം അല്ലാത്ത ജീവിത പദ്ധതികളൊന്നും തന്നെ അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ല. ലോകത്ത് ധാരാളം കണക്കായ ജീവിത വ്യവസ്ഥകൾ ഉണ്ടാകും. ആ ജീവിത വ്യവസ്ഥകളൊക്കെ നാട്ടിലുണ്ടായിക്കോട്ടെ, നമുക്കതിൽ വിരോധമൊന്നുമില്ല. ആ ജീവിത വ്യവസ്ഥ തെറ്റാണെന്ന് നമുക്കറിയാം എങ്കിൽ പോലും ആ ജീവിത വ്യവസ്ഥ പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പൊരുതും. നിങ്ങൾ കേട്ടിട്ടില്ലേ, നീ പറയുന്നത് തെറ്റാണ്, പക്ഷെ ആ തെറ്റു പറയാനുള്ള നിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ പൊരുതും. അതാണ് ഇസ്ലാം. അപ്പോൾ അൽ ഇസ്ലാം അല്ലാത്ത യാതൊന്നും അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ല എന്ന് പറയുമ്പോഴും നേരത്തെ പറഞ്ഞ ഇതേ പ്രശ്നം ഉത്ഭവിക്കാം. നിങ്ങൾ നിങ്ങളുടേത് മാത്രമാണ് ശരി എന്നാണല്ലോ പറയുന്നത്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോ നിങ്ങൾ നിങ്ങളുടേത് മാത്രം ശരി എന്ന് പറയുന്നു. ശരിയാണ്, ഞങ്ങളത് മാത്രമേ ശരിയുള്ളൂ. നിങ്ങൾ എന്താ പറയണേ? നിങ്ങളത് തെറ്റാണെന്നാ? ഒരാൾ വിശ്വസിക്കുന്ന മതം തെറ്റാണ് എന്നാണോ അയാൾ പറയുന്നത്? അങ്ങനെയാണ് പിന്നെ അയാൾക്ക് അതിൽ വിശ്വാസം ഉണ്ടോ? അതും ശരിയാണ്, നമ്മുടേതും ശരിയാണ്, നിങ്ങളുടേതും ശരിയാണ്, അവരുടേതും ശരിയാണ്. അങ്ങനെ ഒരു ശരി ഉണ്ടാവോ? ഉണ്ടാവോ? അങ്ങനെ ഒരു ശരി ഉണ്ടാവൂലല്ലോ. ഒരു ശരിയല്ല, വ്യത്യസ്ത ശരികൾ ഉണ്ടാവും. പക്ഷേ പരസ്പര വിരുദ്ധമായ ശരികൾ ഉണ്ടാവൂല. വ്യത്യസ്ത ശരികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് ടൗണിലേക്ക് പോകാൻ 1, 2, 3 വഴിയൊക്കെ ഉണ്ടാവാം. ഇപ്പൊ ഇതിലെങ്ങോട്ട് പോയാലും കോഴിക്കോട് എത്തും അല്ലേ? ഇങ്ങോട്ട് പോയാലും കോഴിക്കോട് എത്തും. ഇപ്പൊ 2 വഴിയുണ്ട്, 2 ശരിയാണ്. പക്ഷെ അങ്ങോട്ട് പോയാൽ കോഴിക്കോട് എത്തും എന്ന് അറിയരുത്. അപ്പൊ ശരി എന്ന് പറയുന്നതിനെ കുറിച്ചും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഇസ്ലാമിനെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ പറയാണ് ഫഇൻ ഹജ്ജൂക, ഈ ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ അവർ നിന്നോട് തർക്കിക്കാൻ വരികയാണെങ്കിൽ നീ അവരോട് പറയുക, അസ്ലംതു വജ്ഹിയ ലില്ലാഹ്, അസ്ലംതു വജ്ഹിയ ലില്ലാഹ്, ഞാൻ എൻ്റെ മുഖം തിരിച്ചു വെച്ചിരിക്കുന്നത് അറബികൾ എന്നതിലേക്കോ സമുദായം എന്നതിലേക്കോ ഗോത്രം എന്നതിലേക്കോ ഒന്നുമല്ല. ഞാൻ എൻ്റെ മുഖം തിരിച്ചു വെച്ചിരിക്കുന്നത് അള്ളാഹുവിലേക്കാണ്. ഏതാണ് അള്ളാഹു? ഞാൻ 2 ക്ലാസ് മുമ്പ് പറഞ്ഞ അള്ളാഹു ഏതാന്ന് തിരിഞ്ഞാലാണ് ഇത് തിരിയുള്ളൂ. അതായത് ഇസ്ലാം എന്ന് പറയുന്നത് ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന എന്നൊക്കെ പറയും പോലെ ഒരു ജാതി പേരോ മതത്തിന്റെ പേരോ ആണെന്നാണ് നമ്മളും വിചാരിക്കുന്നത്, നമ്മളെ കുറിച്ച് മറ്റുള്ളവരും വിചാരിക്കുന്നു. മറ്റുള്ളവർ ഏതായാലും വിചാരിക്കുന്നുണ്ട്, നമ്മളും കൂടി അങ്ങനെ വിചാരിക്കുമ്പോഴാണ് പ്രശ്നം. ഇസ്ലാം തന്നെയാണല്ലോ, ഇസ്ലാം തന്നെയാണ്, അതിന് സംശയമില്ല. നിങ്ങൾ ഇസ്ലാം എങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങളെ ഇസ്ലാം നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നു? ജന്മം കൊണ്ട് കിട്ടുന്നതാണ് ജാതി.
നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയും ബാപ്പയും ഇസ്ലാം ആയതുകൊണ്ടാണോ ഇസ്ലാം കിട്ടിയത്? അങ്ങനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ അമ്മയും അച്ഛനും നായരായതുകൊണ്ട് നിങ്ങൾ നായർച്ചയായി എന്നതുപോലെ തന്നെ ആയിരിക്കും. നിങ്ങൾ അപ്പച്ചനും അമ്മച്ചും കത്തോലിക്കൻ ആയതുകൊണ്ട് നിങ്ങളും കത്തോലിക്കനായി എന്നതുപോലെ ആയിരിക്കും അത്. നിങ്ങളുടെ അമ്മയും അച്ഛനും മാതാപിതാക്കൾ തീയരായിരുന്നു, ഈഴവരായിരുന്നു എന്നതുകൊണ്ട് നിങ്ങളും ഈഴവ സ്ത്രീയോ പുരുഷനോ ആയതുപോലെ ആയിരിക്കും അത്. അങ്ങനെ ഉമ്മയും ബാപ്പയും ആയതുകൊണ്ട് ഞാനായിപ്പോയ ഒരു മതത്തിലേക്കല്ല നിങ്ങളെ വിളിക്കുന്നത് എന്നാണ് നബി പറയുന്നത്. പണിയുണ്ട്. ആ പണി ആണവരെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതെങ്ങാനും മനസ്സിലായാലോ പിന്നൊരു പണിയില്ല. നമ്മളിപ്പോ നാട്ടിലുള്ള ഇസ്ലാമിൻ്റെതും മുസ്ലിങ്ങളുടേതുമായ യഥാർത്ഥത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നതായ നമ്മുടെ പരിമിതിയും നമ്മുടെ പ്രശ്നവും ഒക്കെ എന്താന്ന് ചോദിച്ചാൽ നമ്മളും ഒരു സമുദായമാണ് എന്നതാണ്. നമ്മക്കും ഇത് ഫ്രീ കിട്ടിയതാണെന്നുള്ളതാണ്. നമ്മളാ കൂട്ടരാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് പ്രശ്നം. അപ്പൊ നിന്നോട് തർക്കിക്കാൻ വരുന്നവരോട് നീ പറഞ്ഞേക്കുക, അസ്ലംതു വജ്ഹിയ ലില്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്കാണ് എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് പറയുമ്പോ അള്ളാഹ് എന്ന് പറഞ്ഞ ഒരു സമുദായത്തിന്റെ പടച്ചോൻ അല്ല അവിടെ. നിങ്ങൾക്ക് മനസ്സിലായോ? അവിടെ ഇത് പറയുമ്പോ ക്രിസ്ത്യാനികളും അള്ളാഹ് എന്നാണ് പറയുന്നത്, ജൂതന്മാരും അള്ളാഹ് എന്നാണ് പറയുന്നത്, അറബികളും അള്ളാഹ് എന്നാണ് പറയുന്നത്, മുശ്രിക്കുകളും അള്ളാഹ് എന്നാണ് പറയുന്നത്. നമുക്കിത് മനസ്സിലായി കിട്ടാത്തതിന്റെ പ്രശ്നം ഇവിടെ നമ്മള് മാത്രാണ് അള്ളാഹ് എന്ന് പറയുന്നത് എന്നതുകൊണ്ടാണ്. മുസ്ലിങ്ങളുടേതായ ഒരു ദൈവമായിട്ടാണ് അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത്. മുസ്ലിങ്ങൾ അല്ലാത്തവരും അള്ളാഹിനെ മനസ്സിലാക്കുന്നത് മുസ്ലിങ്ങളുടെ മാത്രം ദൈവമായിട്ടാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു നാട്ടിലും ഒരു കാലത്തും ഞാൻ അള്ളാഹുവിലേക്ക് മുഖം തിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാവൂല. അതന്നെ അതിന്റെ പ്രശ്നം. ഇപ്പൊ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോ മുശ്രിക്കുകളും ജൂതന്മാരും ക്രിസ്ത്യാനികളും അവിടെ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും സാക്ഷാൽ ദൈവത്തെ പറയുന്ന പേരെന്താണ്? അള്ളാഹു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താണ് പറയാൻ അള്ളാഹ് പറഞ്ഞത്? റസൂലുള്ളാഹിനോട് പറയാൻ പറഞ്ഞത് എന്താണ്? അസ്ലംതു വജ്ഹിയ ലില്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്കാണ് മുഖം തിരിച്ചിരിക്കുന്നത്. ഏത് അള്ളാഹുവിലേക്ക്? അപ്പൊ ഇവിടെ നിങ്ങൾ മുശ്രിക്കുകളും ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ ഉള്ള ഒരു സമൂഹമാണ് ഇത്. നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചു നോക്ക്. നമ്മളെ വീട്ടിന്റെ അടുത്തോ നമ്മളെ പരിസരത്തോ നമ്മളെ ഹാളിലോ നമ്മളെ പഠന ക്ലാസ്സിലോ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എല്ലാവരും ഉണ്ടെന്ന് വിചാരിച്ചു നോക്ക്. അപ്പൊ നമ്മൾ ഹൈന്ദവനായ ഒരാളോട് പറയാണ്, നിന്റെ സാക്ഷാൽ ദൈവത്തിലേക്കാണ് ഞാൻ മുഖം തിരിച്ചിരിക്കുന്നത്, ഞാനിത് വേറെന്തോ ഒരു സാധനം കൊണ്ടുവന്നല്ല. മനസ്സിലായോ? തഖൂ റബ്ബക്കും വഅബ്ദൂ റബ്ബക്കും, നിങ്ങളുടെ നാഥനോട് തഖ്വ കാണിക്കൂ, നിങ്ങളുടെ നാഥനോട് ഇബാദത്ത് ചെയ്യൂ, അടിമപ്പെടൂ എന്നാണ് ഖുർആന്റെ ആഹ്വാനം. ഇനി ഈ മുഖം തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മുഖം മാത്രം ഇങ്ങനെ തിരിക്കാന്നല്ല. എന്റെ വ്യക്തിത്വം, എന്റെ പേഴ്സണാലിറ്റി പ്രകടമാകുന്നത് മുഖഭാവത്തിലൂടെയാണ്. മുഖഭാവമാണല്ലോ നമ്മളുടെ സുഖദുഃഖങ്ങൾ കൈമാറുന്നതൊക്കെ മുഖമാണ്, അല്ലെ? നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വം മുഖമാണ്. ആ മുഖം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരാളെ കുറിച്ച് നമ്മൾ പറയാൻ അവൻ മുഖം കെട്ടുപോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവന് മുഖത്ത് എന്തോ കേട് വെച്ചെന്നല്ല. ആളുടെ ഒരാളെ തിരിയാൻ ഫോട്ടോ എടുക്ക മുഖാണ്. വിരലടയാളം ഒക്കെ തെളിവാണെങ്കിലും ഫോട്ടോ ഇമേജ് എന്താണ്? മുഖമാണ്.
ഒരുത്തന്റെ ഇമേജ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അവന്റെ ഫോട്ടോ പോയി എന്നല്ല, അവന്റെ വ്യക്തിത്വം നഷ്ടം. അപ്പോൾ ഞാൻ അള്ളാഹുവിലേക്ക് മുഖം തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനാകുന്ന ഞാൻ എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? അള്ളാഹുവിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഇത് നമ്മളെല്ലാരും പറയലുണ്ട്, വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർദ്. പറയലെന്നെ ഉള്ളോ, ചെയ്യലുണ്ടോ, നമ്മൾ അങ്ങനെ തന്നെ ആണോ എന്നും കൂടി നമ്മൾ പരിശോധിക്കണം. ഞാൻ എന്നെ ആകാശലോകങ്ങൾ സൃഷ്ടിച്ചവന് നേരെ തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊരു ദിശയുണ്ട്, എനിക്കൊരു ഖിബലയുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ദിശയുണ്ട്, എനിക്കൊരു റൂട്ടുണ്ട്. ആ റൂട്ട് എൻ്റെ ദേഹേച്ഛയല്ല, എൻ്റെ തറവാടിത്തല്ല, എൻ്റെ സമുദായവാദമല്ല, എൻ്റെ വർഗീയതയല്ല, എൻ്റെ ദേശീയതയല്ല, ഇതൊന്നുമല്ല. അള്ളാഹുവിലേക്ക് തിരിച്ചിരിക്കുന്നു. അപ്പൊ ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവൻ, ഈ ആകാശം എന്ന് പറയുന്നത് നമ്മളുടെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ മാത്രമുള്ള ഒരു സാധനത്തിന്റെ പേരല്ല. വായു എന്ന് പറയുന്നത് ഭൂമിയിലെ അതിർത്തിക്കകത്ത് നിൽക്കുന്നതല്ല. അതിനൊന്നും അതിരുകളും പരിധികളും ഇല്ല. അപ്പോൾ എന്റെ ലോകം വളരെ വിശാലമാണ്. അള്ളാഹുവിന്റെ പടപ്പുകൾ എവിടൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്റെ സ്നേഹമുണ്ട്. സംഘപരിവാറിന്റെ ആദർശം എന്താന്ന് വെച്ചാൽ ദേശീയതയാണ്, അപകടകരമായ ദേശീയത. അപ്പോൾ ഹിമാലയ പർവ്വതം മുതല് കന്യാകുമാരി വരെയുള്ള പ്രദേശം, അതിൻ്റെ അകത്ത് അഫ്ഗാനും പാകിസ്ഥാനും ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശം, ഇതിനകത്ത് പിറന്നവർ, ഇവിടെ ജനിച്ചവർ, ഇവർ സ്ഥാപിച്ചത് മാത്രമാണ് സ്വീകാര്യയോഗ്യമായത്. അതിന് പുറമേ നിന്ന് ഉണ്ടായതും വന്നതും ഒക്കെ പുറന്തള്ളേണ്ടതാണ്. ഇതാണ് അവരുടെ ദേശീയത എന്ന് പറയുന്നത്. അത് ശരിയുണ്ടാവും, തെറ്റുണ്ടാവും, അതൊന്നും നമ്മുടെ വിഷയമല്ല. റൈറ്റ് ഓർ റോങ് അവർ കൺട്രി അല്ലെങ്കിൽ അവർ നാഷൻ. ശരിയായാലും തെറ്റായാലും നമ്മുടെ പ്രദേശം. സംഘപരിവാറിന്റെ മതം അല്ല അവരുടെ പ്രശ്നം. സംഘപരിവാറിൻ്റെത് മതം എന്ന പ്രശ്നമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് മതം തന്നെ പ്രശ്നമാണ് എന്ന് പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ സംഘപരിവാർ അടയാളമായി കാണുന്ന മതത്തിന്റെ എതിരുള്ള മതത്തിലും സംഘപരിവാറിനെ പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഇവര് മതത്തിന്റെ ആൾക്കാരും മതമാണ് ഇവരുടെ പ്രശ്നം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അത് വേർതിരിച്ച് മനസ്സിലാക്കണം. അത് ദേശീയതയാണ്. അപ്പൊ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന റസൂലെ മക്കക്കാരുടെ പടച്ചോനായിട്ടല്ല റസൂല് വന്നത്. അതേപോലെ തന്നെ ഇസ്മായിലിൽ പിറന്ന റസൂല് ഇസ്മായിലിയുടെ ഒരു അള്ളാഹിനെ കുറിച്ചല്ല പറയുന്നത്. ഇസ്രായേലിയർ എന്തുകൊണ്ടാണ് റസൂലിനെ അംഗീകരിക്കാതിരുന്നത്? ഇസ്രായേലിയരിൽ പെട്ടവനല്ലെന്നതുകൊണ്ടാണ്. ഈ സേതു ഹിമാചലിനിടയിലായിരുന്നു മുഹമ്മദ് ജനിച്ചതെങ്കിൽ ഒരു പക്ഷേ മുഹമ്മദ് വൈദേശിക മതത്തിന്റെ ആളാണ് എന്ന് സംഘപരിവാറിന് പറയാൻ കഴിയില്ല. സംഘപരിവാറെ എതിർക്കുകയില്ല. കാരണം ഈ ദേശീയതക്കകത്തുള്ള ഏകദൈവ വിശ്വാസികൾ, ബഹുദൈവ വിശ്വാസികൾ, പലതരം വിശ്വാസികൾ ഉണ്ട്. അവരെല്ലാവരും ഓക്കെ ആണെന്നാണ് ഇവർ പറയുന്നത്. അമ്പലത്തിൽ പോണവരുണ്ട്, പോവാതിരിക്കുന്നവരുണ്ട്, വിഗ്രഹത്തെ പൂജിക്കുന്നവരുണ്ട്, പൂജിക്കാതിരിക്കുന്നവരുണ്ട്, പലതരം ആരാധന നടത്തുന്നവരുണ്ട്, നടത്താത്തവരുണ്ട്. ഇതൊന്നും വിഷയമുള്ള കാര്യമല്ല. എന്താ വിഷയം എന്ന് ചോദിച്ചാൽ ഈ ഭൂപ്രദേശത്ത് ഉണ്ടായി വന്ന സംസ്കൃതി ആയിരിക്കണം എന്നതാണ് ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. മറ്റുള്ളവരെ സ്വീകരിക്കൂല, അംഗീകരിക്കൂല എന്നുള്ളതാണ്. ഇസ്രായേലിൽ ഉയർത്തിയ പ്രശ്നം, നിങ്ങൾ എത്ര സത്യസന്ധനാണെങ്കിലും നല്ല ആളാണെങ്കിലും എന്താളാണെങ്കിലും നിങ്ങൾ ഇസ്രായേലിനാണോ, എന്നാൽ നമ്മൾ അംഗീകരിക്കാം.
നിങ്ങൾ ഇസ്രായേലിനല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് മാത്രമാണ് അംഗീകരിക്കാത്തത്. അള്ള പറയാണ് എന്നോട് തർക്കിക്കാൻ വരുന്നതിനോട് ഈ പറഞ്ഞേക്ക്, നിങ്ങളാ അള്ള ഉണ്ടല്ലോ നിങ്ങൾ അംഗീകരിക്കണേ, അള്ളാഹുവിലേക്കാണ് ഞാൻ മുഖം തിരിക്കുന്നത്. അല്ലാണ്ട് ഞാന് വേറൊരു അള്ളയോ വേറെ മക്കത്തൊന്നും കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു ദൈവോ ഇസ്മായിലരുടേതായ ഒരു സ്വകാര്യ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയോ അല്ല എന്റെ ഇലാഹ്. ഞാൻ എങ്ങോട്ടാണ് മുഖം തിരിക്കുന്നത്? അള്ളാഹുവിലേക്കാണ്. ഞാൻ മാത്രമല്ല വമനിത്തബഅൻ, ഞാനും എന്നെ പിന്തുടർന്നവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാവരുടെയും നിലപാട് നമ്മൾ അള്ളാഹുവിലേക്ക് മുഖം തിരിക്കുന്നവരാണ് എന്ന് വരണം. അള്ളാഹു എന്നതിന്റെ താഴെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള യാതൊരു സംഗതികൾക്കും അള്ളാഹു ഉത്തരവാദിത്തമില്ല. അള്ളാഹുവിലേക്ക് മുഖം തിരിക്കുന്നവര് ആവുക എന്നതാണ് നമ്മളുടെ നിലപാടാവേണ്ടത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇഷ്ടപ്രകാരം അവനിലേക്ക് ക്ഷണിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദൗത്യം, നിയോഗ ദൗത്യം എന്ന് പറയുന്നത്. ഇനി വേദം നൽകപ്പെട്ടവരോടും ഉമ്മീനായ ആളുകളോടും, ഉമ്മീൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, വേദഗ്രന്ഥത്തിന്റെ ആളുകളല്ലാത്തവർ, നിരക്ഷരരായ ആളുകൾ എന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ എന്ന അർത്ഥത്തിലല്ല. മക്കയില് ഉമ്മീയങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ എഴുതാനും വായിക്കാനും അറിയാത്തവരായിരുന്നു എന്നല്ല. അവിടെ നല്ല നല്ല കവികൾ ഉണ്ടായിരുന്നു, സാഹിത്യ രംഗത്തെ വമ്പിച്ച കഴിവുകളുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. മാത്രവുമല്ല മക്കത്തുള്ള ആളുകള് നന്നായിട്ട് സാഹിത്യരംഗത്ത് വിൽപ്പത്തിയുള്ള ആളുകളായിരുന്നു. ധാരാളം രചനകൾ നിർവഹിച്ചവരായിരുന്നു. ആ രചനകളിൽ ഏറ്റവും മുന്തിയ രചനകളാണ് അവര് കഅബയുടെ വിരികളിൽ തൂക്കിയിട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ തൂക്കിയിടാതെ പോയ ആയിരക്കണക്കിന് രചനകൾ വേറെ ഉണ്ടാവും. അപ്പൊ അവർക്ക് എഴുതാൻ അറിയില്ല എന്നോ വായിക്കാൻ അറിയില്ല എന്നോ അവർ സാക്ഷരരായിരുന്നില്ല എന്നോ അല്ല ഉമ്മീൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അവർ വേദം നൽകപ്പെട്ടവരായിരുന്നില്ല, അങ്ങനെയാണ് അവരെ വിളിച്ചിരുന്നത്. അങ്ങനെ വേദവിശ്വാസികൾ അവരെ വിളിച്ചു. ഖുർആൻ തന്നെയും അവരെ അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മീങ്ങളിൽ നിന്ന് വന്ന നബി എന്ന് പറഞ്ഞു, നബിയൽ ഉമ്മി അല്ലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ പറയാണ്, അല്ലെങ്കിൽ ചോദിക്കാൻ പറയാണ്, വഖുലില്ലദീന ഊതുൽ കിതാബ് വൽ ഉമ്മീൻ, കിതാബ് നൽകപ്പെട്ട ജൂതന്മാരും ക്രൈസ്തവരുമായ ആളുകളോടും ഈ ഉമ്മീയങ്ങളായ ആളുകളോടും ചോദിക്കുക, അഅസ്ലംതും, നിങ്ങൾ കീഴ്പ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ കീഴ്പ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ പോരിശ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ഉഷാറാണ്, ഞങ്ങളാണ് മെച്ചം, ഞങ്ങളാണ് എന്നൊക്കെ പറയണ്ടല്ലോ. ശരി, എന്താ ഇപ്പൊ നിങ്ങളെ മെച്ചം? എന്താണ് നിങ്ങളുടെ പോരിശ? നിങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കൂ. അപ്പൊ നമുക്കും ചോദിക്കാനുള്ളത് തന്നെ. നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ചോ, ഇന്ത്യന്റെ പുറത്ത് ജനിച്ചോ, അതോ ഇതോ എന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ സാക്ഷാൽ ദൈവത്തിന് കീഴ്പ്പെട്ടിട്ടുണ്ടോ? എന്നിട്ട് അള്ളാഹു പറയാണ്, ആരാണോ അങ്ങനെ കീഴ്പ്പെടുന്നത് അവൻ നേർവഴിയിലായി. ഇനി ആർക്കെങ്കിലും അങ്ങനെ കീഴ്പ്പെടാൻ തോന്നിയില്ലെങ്കിൽ അവരെ പോയി പിടിച്ച് കീഴ്പ്പെടുത്തുന്ന പണി നിനക്കില്ല. എന്താ നിനക്കുള്ളൂ? എന്താ നിനക്കുള്ള പണി? ഫഇന്നമാലൈക, തീർച്ചയായും താങ്കളുടെ മേലുള്ള ബാധ്യത അൽ ബലാ, എത്തിച്ചു കൊടുക്കുക എന്നതാണ്.
വല്ലാഹു ബസീറും ബിൽ ഇബാദ്. അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? അടിമകളെ സൂക്ഷ്മമായി കണ്ടറിയുന്നവനാണ്. പടച്ചോൻ ഇതൊന്നും കാണുന്നില്ല, അറിയുന്നില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. അള്ളാഹു ഇതെല്ലാം നന്നായി. ഇന്നല്ലദീന യക്ഫുറൂന ബി ആയാത്തില്ല, അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിക്കുന്നവർ, വയഖ്തുലൂന നബിയ്യീൻ, നബിമാരെ കൊല്ലുന്നവർ, ബിഗൈരി ഹഖ്, അന്യായമായി. ഇപ്പൊ ന്യായമായി കൊല്ലാന്നാ? നബിമാരെ കൊല്ലുന്നത് തന്നെ അന്യായമാണെന്നാണ് മനസ്സിലാക്കുന്നത്. വയഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്ത്, നീതി പാലിക്കാൻ കൽപ്പിക്കുന്നവരെയും വധിക്കുന്നു. നബിമാരെ മാത്രമല്ല അവർ വധിക്കുന്നത്, നീതി പാലിക്കാൻ കൽപ്പിക്കുന്നവരെയും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു? വധിക്കുന്നു. വബശ്ശിറുഹും ബിഅദാബിൻ അലീം, അവരെ വേദനയേറിയ ശിക്ഷയെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക. അങ്ങനെ ശിക്ഷനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കല്? നമ്മള് പറയില്ല, വേഗം ചെല്ല്, നല്ല വെച്ചിക്കണ മോനെ എനിക്ക്, അല്ലേ, നല്ലോണം റെഡിയാക്കി വെച്ചിക്കണ, അങ്ങോട്ട് ചെല്ലണ്ടേ താമസമുള്ളൂ എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഓന് മനസ്സിലാവും. എന്താ മനസ്സിലാവുക? എന്തോ നല്ല പാലുവായക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണോ അയാൾ പോവാ? അല്ല, ആകെ ബേജാറായിട്ടാണ് പോവുക. ആ ഒരു ശൈലിയിൽ ആണ് ഈ പറഞ്ഞത്, സന്തോഷ വാർത്ത അറിയിക്കുക. ഈ നബിമാരെ കൊന്ന ടീം ആണിത്. നബിമാരവര് കൊന്നതിന്റെ എല്ലാ ഫുള്ള് കണക്കും കിട്ടിയിട്ടില്ല. പക്ഷെ ഇവര് കാണ്ടമാനം കൊന്നളഞ്ഞു. ഇസ്രായേലര് എന്ന് പറഞ്ഞാല് അന്നത്തെ മാപ്പിള സമുദായമാണ്. ആ സമുദായത്തിലേക്ക് വന്ന നബിമാരെ കൊന്നതിന്റെ കണക്ക് നമ്മളായിട്ട് പറഞ്ഞിട്ട് ഓൽക്ക് വിഷമം ഉണ്ടാവണ്ട എന്ന നിലക്ക് ബൈബിളിൽ തന്നെ പറഞ്ഞ കുറെ കണക്ക് നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കെങ്കിൽ ഞാൻ കുറച്ചൊന്ന് വായിച്ചുതരാം. ഉദാഹരണത്തിന് ചില സംഭവങ്ങൾ ബൈബിളിൽ നിന്ന് ഇവിടെ ഉദ്ധരിക്കാം. സുലൈമാൻ നബി അലി ഇസ്ലാമിക്ക് ശേഷം ഇസ്രയേലിന്റെ ഭരണകൂടം 2 രാഷ്ട്രങ്ങളായി. ജെറൂസലമിലെ യഹൂദിയ രാഷ്ട്രവും ശാമര്യായിലെ ഇസ്രയേൽ രാഷ്ട്രവും വിഭജിക്കപ്പെട്ടതോടെ അവർക്കിടയിൽ യുദ്ധവും കലഹവും പൊട്ടിപ്പുറപ്പെട്ടു. അവസാനം യഹൂദിയ രാഷ്ട്രം സഹോദര രാഷ്ട്രമായ ഇസ്രയേലിനെതിരിൽ ദമസ്കസിലെ അരാം ഭരണകൂടത്തോട് സഹായം ആവശ്യപ്പെട്ടു. അതിനെ തുടർന്ന് ദൈവാജ്ഞ പ്രകാരം ഹനാനി പ്രവാചകൻ, നമുക്ക് പേരറിഞ്ഞുകൂടാത്ത പല നബിമാരുടെ പേരും ബൈബിളിലുണ്ട് കേട്ടോ, കുറെ നബിമാര് വന്നിട്ടില്ല. ഹനാനി പ്രവാചകൻ യഹൂദ രാജാവായ ആസയെ കഠിനമായി താക്കീത് ചെയ്തു. എന്നാൽ ആസ ആ താക്കീത് ചെവിക്കൊള്ളുന്നതിന് പകരം ദൈവപ്രവാചകനെ കാരാഗൃഹത്തിലിടുകയാണ് ചെയ്തത്. ദിനവൃത്താന്തം അധ്യായം 16 വാക്യം 7. ഇനി ഇല്യാസ്, അവര് ഏലിയാവ് എന്നാണ് പറയാ. ഇല്യാസ് നബി അലൈഹി ഇസ്ലാം ബഅലിനെ പൂജിക്കുന്നതിൽ യഹൂദരെ ആക്ഷേപിക്കുകയും തൗഹീദിന്റെ പ്രബോധനം വീണ്ടും അവരിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ശാമര്യയിലെ ഇസ്രായേൽ രാജാവായ ആഹാബ് തന്റെ ബഹുദൈവ വിശ്വാസിനിയായ ഭാര്യയെ പ്രീണിപ്പിക്കാനായി അദ്ദേഹത്തെ വധിക്കാൻ തുനിഞ്ഞിറങ്ങി. അവസാനം അദ്ദേഹത്തിന് സീനായ് മരുഭൂമിയിലെ പർവ്വതങ്ങളിൽ പോയി അഭയം പ്രാപിക്കേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ ഇല്യാസ് നബി അലൈഹി ഇസ്ലാം ചെയ്ത പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഇതാണ്: ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്താൻ നോക്കുന്നു. രാജാക്കന്മാർ അധ്യായം 19 വാക്യം 1 മുതൽ 10 വരെ. ഇതൊക്കെ ബൈബിളിലുള്ളത്. മറ്റൊരു പ്രവാചകനായ മിഖായാവിനെ അതേ ആഹാബ് സത്യം തുറന്നു പറഞ്ഞ കുറ്റത്തിന് കാരാഗൃഹത്തിൽ അടക്കുകയും ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊടുക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു.
അധ്യായം 22 വാക്യം 26, 27. പിന്നീട് യഹൂദിയ രാഷ്ട്രത്തിൽ ബിംബാരാധനയും വ്യഭിചാരവും പരസ്യമായി നടന്നു തുടങ്ങുകയും സക്കരിയ നബി അലൈഹി ഇസ്ലാം അതിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തപ്പോൾ യഹൂദ രാജാവായ യോവാശിന്റെ ആജ്ഞപ്രകാരം ഹൈക്കൽ സുലൈമാനിയിൽ വിശുദ്ധാലയത്തിന്റെയും ബലിപീഠത്തിന്റെയും മധ്യ വെച്ച് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നു. അനന്തരം സാമര്യയിലെ ഇസ്രായേൽ രാഷ്ട്രം അശൂര്യരുടെ കൈകളാൽ അസ്തമിക്കുകയും ജെറൂസലമിലെ യഹൂദി രാഷ്ട്രത്തിന്റെ മീതെ ഭയങ്കര നാശം തൂങ്ങി നിൽക്കുകയും ചെയ്തിരുന്ന സന്ദർഭത്തിൽ യിരെമ്യാവു എന്നാണ് പേര്, തന്റെ ജനതയുടെ അധപ്പതനത്തിൽ ദുഃഖിതനായി പുറപ്പെട്ടു. ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വിരമിച്ച് ദൈവത്തിങ്കിലേക്ക് ഖേദിച്ചു മടങ്ങുക, അല്ലാത്ത പക്ഷം നിങ്ങളുടെ പരിണാമം സാമര്യയുടേതിനേക്കാൾ പരിതാപകരമായിരിക്കുമെന്ന് തെരുവുകൾ തോറും നടന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയുണ്ടായി. എന്നാൽ സമുദായം അദ്ദേഹത്തിന് കൊടുത്ത പ്രത്യുത്തരം നാനാഭാഗത്തു നിന്നുമുള്ള പരിഹാസങ്ങളും ആക്ഷേപശകാരങ്ങളും അക്രമമർദ്ദനങ്ങളുമായിരുന്നു. അവർ അദ്ദേഹത്തെ ദേഹോപദ്രവമേൽപ്പിച്ചു, കാരാഗ്രഹത്തിൽ അടച്ചു, വിശന്നും ദാഹിച്ചും ശുഷ്കിച്ചു മരിക്കാനായി കയറിൽ ബന്ധിച്ച് ചളി നിറച്ച കുഴിയിൽ താഴ്ത്തി. അദ്ദേഹം ജനദ്രോഹിയാണെന്നും പുറത്തുള്ള ശത്രുക്കളുമായി രഹസ്യവേഴ്ചയുണ്ടെന്നുമുള്ള അപരാധം ആരോപിച്ചു. ഈ ആയത്തിന്റെ നമ്പറൊക്കെ ഇനി പറയുന്നുണ്ട്. ആമൂസിനെ സംബന്ധിച്ച് ഇങ്ങനെ എഴുതുന്നു: അദ്ദേഹം സാമര്യയിലെ ഇസ്രായേലി രാഷ്ട്രത്തെ അതിന്റെ ദുർമാർഗങ്ങളെയും ദുർവൃത്തികളെയും കുറിച്ച് ഉപദേശിക്കുകയും ദുശ്ചെയ്തികളുടെ ദുരന്ത ഫലത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തപ്പോൾ നാട് വിട്ടുപോകാനും പുറത്തെവിടെയെങ്കിലും പ്രവാചകത്വം നടത്തിക്കൊള്ളാനും ശാസിക്കപ്പെട്ടു. യഹൂദി രാജാവായ ഹെരോദയുടെ രാജധാനിയിൽ പരസ്യമായി നടമാടിക്കൊണ്ടിരുന്ന ദുർവൃത്തികൾക്കെതിരിൽ യഹിയാ നബി അഥവാ യോഹന്നാൻ അലൈഹിസ്സലാം ശബ്ദമുയർത്തിയപ്പോൾ രാജാവ് ആദ്യം അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി. പിന്നീട് തന്റെ കാമുകിയുടെ ആവശ്യമനുസരിച്ച് സമുദായത്തിലെ ഏറ്റവും സൽവൃത്തനായ ആ പുണ്യാത്മാവിന്റെ തല വെട്ടി ഒരു താലത്തിൽ വെച്ച് അവൾക്ക് സമർപ്പിച്ചു. മാർക്കോസ് അധ്യായം 6 വാക്യം 17-20. ഇങ്ങനെ പോവാണ്. യഹിയാ നബിക്ക് തൊട്ടുടനെ വന്ന നബിയാണ് ഈസാ നബി. ഈസാ നബിനെ ഓല് പിടിച്ച് കുരിശ് തറക്കാൻ വേണ്ടി എല്ലാ പണിയെടുത്ത് അള്ള എന്താക്കിയതാണ്? ഉയർത്തിയതാണ്. അല്ലാണ്ട് അവര് രക്ഷപ്പെടുത്തിയതല്ല. അല്ലേ? അവര് രക്ഷപ്പെടുത്തിയോ? ഇല്ല. അവര് ക്രൂശിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്തത്. ഈസാ അലൈഹി ഇസ്ലാമിയുടെ നേരെ ഇസ്രായേൽ പണ്ഡിതന്മാരുടെയും സമുദായ നേതാക്കളുടെയും രോഷവും അമർഷവും ഇളകി വശായി. കാരണം അവരുടെ ദുഷ്പ്രവർത്തനങ്ങളെയും അഹങ്കാരത്തെയും കപടനാട്യത്തെയും അദ്ദേഹം വിമർശിക്കുകയും ആത്മാർത്ഥവും നിഷ്കളങ്കവുമായ വിശ്വാസ കർമ്മങ്ങൾ അവലംബിക്കാൻ അവരെ ഉപദേശിക്കുകയും ചെയ്തു. അദ്ദേഹത്തിനെതിരിൽ കള്ളക്കേസുകൾ നിർമ്മിക്കപ്പെട്ടു. റോമാ ഗവൺമെന്റിന്റെ കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ വധിക്കാനുള്ള വിധി സമ്പാദിച്ചു. ഇന്ന് പെരുന്നാൾ ദിവസം പ്രമാണിച്ച് നിങ്ങൾക്ക് വേണ്ടി യേശുവിനെയോ കവർച്ചക്കാരൻ ബറബ്ബാസിനെയോ ആരെയാണ് മോചിപ്പിക്കേണ്ടതെന്ന് റോമാധിപനായ പിലാത്തോസ് ചോദിച്ചപ്പോൾ ബറബ്ബാസിനെ മോചിപ്പിക്കുക, യേശുവിനെ ക്രൂശിക്കുക എന്ന് ജനക്കൂട്ടം ഏകസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. മത്തായി അധ്യായം 27 വാക്യം 20-26. ജൂത ജനതയുടെ കുറ്റങ്ങളുടെ ചരിത്രത്തിൽ അതിനീചവും നിന്ദാവഹവുമായ ഒരു അധ്യായമാണിത്. അപ്പൊ ഇതില് പിന്നെ അവര് ക്രൂശിക്കാൻ മെനക്കെട്ടു. പക്ഷെ സുബ്ബിഹലഹു, അള്ളാഹു അവരെ എന്താക്കി കളഞ്ഞു എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ആക്കി കളഞ്ഞു, എന്നിട്ട് രക്ഷപ്പെടുത്തി. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇസ്രായേലിയരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് വയഖ്തുലൂന നബിയ്യീന ബിഗൈരി ഹഖ്ഖിൻ വയഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്ത്. അവര് ധാരാളക്കണക്കായി നബിമാരെ കൊന്നുകളഞ്ഞവരാണ്. അവര് നീതി പാലിക്കാൻ കൽപ്പിക്കുന്നവരെയും കൊന്നുകളഞ്ഞവരാണ്. അങ്ങനെ കൊന്നുകളഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഇവര്. ഇവരാണിപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനുള്ള പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണത്തിൽ വിഷം കലർത്തി വരെ കൊടുത്തു. ഒരു സഹാബി ഷഹീദായി, അല്ലേ? അതേപോലെ മുശ്രിക്കുകളോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്തു. എല്ലാ കരാറുകളും ലംഘിച്ചു. ചതിപ്രയോഗം നടത്തി. ഇതൊക്കെ ഇവര് ചെയ്യുന്നത്, ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ മടിയില്ല. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനു മുന്നേ സക്കരിയ നബിനെയും യഹ്യാ നബിനെയൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? കൈകാര്യം ചെയ്തിട്ട് മരപ്പൊത്തുകളിൽ കയറ്റി നിർത്തി മരം ഈർച്ചവാള് കൊണ്ട് തീരും.
അങ്ങനെ വധിക്കപ്പെട്ടിട്ടുണ്ട്. ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. മരത്തിന് വലിയ കൊത്തുണ്ടാക്കിയിട്ടേ അതിൻ്റെ അകത്തേക്ക് നബീനെ എന്നിട്ട് മരം തീർന്നത് നബീനെ ഉൾപ്പെടെ ഇങ്ങനെയൊക്കെ ചെയ്ത കൂട്ടരാണ്. അല്ല, അത് പിന്നെ ഇസ്രായേലരല്ലല്ലോ. ഇബ്രാഹിം നബീനെ കൊല്ലാൻ പോലും പോവാഞ്ഞത് ഓലടുത്ത് ഇബ്രാഹിം നബി ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട്. ഇബ്രാഹിം നബിന്റെ മകൻ ഇസാഖ് നബീന്റെ മകൻ യാക്കൂബ് നബിയാണല്ലോ ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പൊ ആ പരമ്പരയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവര് ഏതെങ്കിലും ഇവിടെ യഖ്തുലൂന നബിയീൻ എന്നാണ് പറഞ്ഞത്. കുറഞ്ഞ നബിമാരെ കൊല്ലാൻ നോക്കി എന്നല്ല പറഞ്ഞത്, നബിമാരെ കൊല്ലുന്നവർ എന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം അന്നബി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എല്ലാ നബിമാരെയും അർത്ഥം പറയാം. അപ്പൊ ഇവരെല്ലാ നബിനെയും കൊന്നത് കൊണ്ടല്ല, ഏതാനും നബിമാരെ കൊന്നാൽ തന്നെ എല്ലാ നബിമാരെയും കൊന്നതുപോലെയാണ്. ഗസയിലേക്ക് നോക്കി നിങ്ങൾ, പട്ടിണി കിട്ട് കൊല്ലുന്നു, ഭക്ഷണം വാങ്ങാൻ വന്നവരെ കൊല്ലുന്നു, നടന്നു പോണവരെ കൊല്ലുന്നു. ഇവർക്ക് എന്ത് ഇതാണ് ടീം. അപ്പൊ ഈ ടീമിന്റെ ഒരു സ്വഭാവമാണ് ഈ പറയുന്നത്. ഓരോ പണി നബിമാരെ തന്നെ കൊന്നവർക്ക് ഇനിയിപ്പോ ഹമാസിനെ കൊല്ലണതിന് എന്തെങ്കിലും ബേജാറുണ്ട്. അപ്പൊ ആ ഒരു സ്വഭാവം അവരുടെ സ്വഭാവമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ. പക്ഷെ അവർക്ക് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് ഭയങ്കരമായ വേദനയേറിയ ശിക്ഷയെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക. ഉലൈകല്ലദീന ഹബിതത് അഅമാലുഹും, ഉലൈക അക്കൂട്ടര്, അല്ലദീന ഹബിതത് പാഴായി പോയവരാണ്, അഅമാലുഹും അവരുടെ കർമ്മങ്ങൾ. ഹബൂത്ത് എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ വിഷപ്പുല്ല് തിന്ന് വയറ് ചീർത്ത് ചത്തുപോകുന്നതിനാണ് പറയാ. ദിലാലുൽ ഖുറാനിൽ സയ്യിദ് ഖുത്ബ് പറയുന്നുണ്ട് ഈ ഹബൂത്ത് എന്ന് പറയുന്നതിന് വിശദീകരിക്കുന്നു. തഫീമുൽ ഖുറാനിലെ സൂറത്തുൽ ബഖറ 61-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ ഈ നബിമാരെ കൊന്നതിന്റെ ലിസ്റ്റ് വളരെ കൃത്യമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ബൈബിൾ വാക്യങ്ങളുടെ ഉദ്ധരണിയോടുകൂടി. അപ്പോ കന്നുകാലികൾ നമ്മൾ കെട്ടിയിട്ടാൽ അത് പട്ടിണി കിടന്ന് ചത്തു. നമ്മൾ കെട്ടിയിട്ടാലേ ചത്തുള്ളൂ കേട്ടോ. നമ്മൾ കെട്ടിയിട്ടില്ലെങ്കിൽ ഒരു ജീവിയും ചത്തുപോല. നമ്മളായിട്ട് അവരുടെ ഭക്ഷണത്തിൽ കൈകടത്തിയിട്ടില്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്തവരായിട്ട് ഒരു ജീവി ഉണ്ടാവില്ല. നമ്മൾ പോയിട്ട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ പട്ടിണി കിടന്ന് ചത്തുപോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഹബൂത്ത് എന്ന് പറയുന്ന ഇവിടെ പട്ടിണി കിടന്നിട്ടല്ല ചാവുന്നത്, തിന്നത് വിശപ്പില്ലായത് കൊണ്ടാണ്. ഭക്ഷണം കിട്ടി, പക്ഷെ ആ ഭക്ഷണം എന്താണ്? വിശപ്പില്ല. അത് തിന്നു കഴിഞ്ഞപ്പോൾ ആ വിഷം പ്രവർത്തിക്കാൻ തുടങ്ങി, വയറൊക്കെ വീർത്ത് പൊട്ടി ചത്തുപോകും. എന്തിനാണ് ഹബൂത്ത് എന്ന്? എന്തിനാ ഇവിടെ പറഞ്ഞ് ഹബിതത് അഅമാലുഹും, അമലുകൾ ചെയ്യാത്തത് കൊണ്ട് നശിക്കല്ല, അമല് ചെയ്യുന്നുണ്ട് അവര്. എന്ത് അമലാണ് ചെയ്യുന്നത്? വിഷം ഉള്ള അമലാണ്. അവരുടെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ കാണുമ്പോ അവർ ആരാധന നടത്തുന്നുണ്ട്, അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നുണ്ട്, അങ്ങനെ കുറെ കർമ്മങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കർമ്മങ്ങൾ എന്തല്ല? ഇഖ്ലാസ് ഉള്ള കർമ്മങ്ങളോ തൗഹീദുള്ള കർമ്മങ്ങളോ ഒന്നുമല്ല. ഈമാൻ ഉള്ളതോ ഇഖ്ലാസ് ഉള്ളതോ അല്ല. ഈമാനും ഇഖ്ലാസും ഒന്നും ഇല്ലാതെ അവർ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് ഹബിതത് അഅമാലുഹും, അവരുടെ കർമ്മങ്ങൾ പാഴായി പോകുന്നു. ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും അതെ പരലോകത്തും അങ്ങനെ തന്നെ. വമാലഹും മിൻ നാസിരീൻ, അവർക്ക് സഹായികളായിട്ട് ആരെയും കിട്ടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് മുൻപ് കഴിഞ്ഞു പോയ ഒരു സമൂഹത്തെ പറ്റി നമ്മളോട് കുറ്റം പറഞ്ഞു തരിക അല്ലത്. നല്ല ഹരം ജൂതന്മാരെ പറ്റിയും ക്രിസ്ത്യാനികളെ പറ്റിയൊക്കെ ഇങ്ങനെ നമുക്ക് കുറ്റം പറഞ്ഞു തരാം. നമ്മളങ്ങനെ കേൾക്കുക, നമ്മൾ എന്നിട്ട് ഇങ്ങനെ ഓതുക, അതിനും കൂലി കിട്ടുക. കുറ്റം പറഞ്ഞു തരല്ല. രണ്ട് സംഗതിയാണ്. ഒന്നെന്താന്ന് വെച്ചാല് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും നമ്മുടെ ചുറ്റുപാടുകളിലുള്ള സമൂഹത്തെ ഏറ്റവും അടിസ്ഥാനപരമായ രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്യുക. രണ്ട്, അള്ളാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട് ധാരാളക്കണക്കിന് നബിമാരെ അയച്ചു കൊടുത്ത് ഭൂമിയിലെ ഉന്നത സ്ഥാനവും തെരഞ്ഞെടുക്കപ്പെട്ട പദവിയും നൽകിയിരുന്ന ഒരു കൂട്ടര് അവരുടെ പദവി നഷ്ടപ്പെടുത്തിയത് എങ്ങനെയെന്ന് നമുക്ക് പറഞ്ഞു തരുന്നതിലൂടെ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ ഈ വഴി സഞ്ചരിച്ചാൽ നമ്മുടെ പദവി നഷ്ടപ്പെട്ടു പോകും എന്ന മുന്നറിയിപ്പാണ്. അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത് ദൗത്യമേൽപ്പിച്ച ഇസ്രയേൽ സമൂഹം കേവല മാപ്പള സമുദായമായി മാറിയിട്ട് അവരെ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിന് പകരം ഗോത്ര മഹിമയിലും പിറവിയിലും വലിയ ഊറ്റം കൊണ്ട് നടന്നപ്പോൾ അള്ളാഹു അവരെ പിടിച്ച് ഒന്നല്ലാതെ അങ്ങോട്ടാക്കി. ഇതേപോലെ മുസ്ലിം സമൂഹം ഉമ്മത്തൻ വസത ഖൈർ ഉമ്മ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കപ്പെട്ട ഈ സമൂഹം അവനവന്റെ കാര്യവും അവനവന്റെ ആർഭാടവും ജീവിതവും ആയിട്ട് നടന്നാൽ, ഈ ദൗത്യം സ്വീകരിക്കാതിരുന്നാൽ, ഇത് പ്രവർത്തിക്കാതിരുന്നാൽ ലോകത്ത് നിന്ദ്യരായി മാറ്റപ്പെടും എന്നതിൻ്റെ മുന്നറിയിപ്പാണ്. എത്ര രാജ്യങ്ങളുണ്ട് അന്തു സലാത്തും ചെല്ലുന്ന ഫാത്തിഹ ഓതി നിസ്കരിക്കണ മഹാന്മാരായ ആളുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എത്ര രാജ്യം ലോകത്തുണ്ട്. മുസ്ലിം സമുദായം എന്ന് പറയുന്ന എത്ര മനുഷ്യന്മാര് ലോകത്തുണ്ട്. എത്ര മനുഷ്യന്മാരുണ്ട് ലോകത്ത്, ഇത്ര കോടി മനുഷ്യന്മാരുണ്ട്. ഇവരുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു സ്ഥലത്തെ ഇങ്ങനെയും ആക്രമിക്കുന്നത് 2 കൊല്ലമായിട്ട് തുടരുകയാണ്. അവര് പട്ടിണി കിടന്ന് മരിക്കണത് കണ്ണുകൊണ്ട് കാണുകയാണ്. എന്നിട്ട് ഈ ശുചായിത്തരം കൊണ്ടൊന്നും ഓലൊന്നും കഴിച്ചിലാക്കാൻ കഴിയാത്ത ഈ പതിതാവസ്ഥ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഉത്തരം കിട്ടും. ചെറിയ സംഗതിയാണോ? ഒരാളെ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിനൊരു മാനുണ്ട് ഒരു യുദ്ധത്തിൽ, അല്ലെ? ബോംബിട്ടിട്ട് തകർക്കുന്നതിനും അതിൻ്റെതായ ഒരു സംഗതി ഉണ്ട്. ഒരു യുദ്ധമാണെന്ന് പറയാം. പട്ടിണിക്കിട്ടിട്ട് ഹോസ്പിറ്റലിൽ ബോംബിട്ടിട്ട് ഭക്ഷണം വാങ്ങാൻ വന്നു നിൽക്കുന്നവരെ കൊന്നിട്ട് തീർക്കാൻ പറ്റുമോല് മാത്രമേ ലോകത്തുള്ളെങ്കിൽ തർക്കമില്ല. എത്രയോ കോടാനുകോടി മനുഷ്യന്മാർ ആഘോഷത്തിമിർപ്പിൽ ഇപ്പോഴും ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം. ആ ടീച്ചർ പറഞ്ഞല്ലോ എനിക്ക് ഓണസദ്യ ഉണ്ണാൻ കഴിയണില്ല കുട്ടികളെ ആലോചിച്ചിട്ട്. ഏത് ടീച്ചറാ അത്? ലീലാവതി ടീച്ചർ. പക്ഷെ അതിങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞോടുകൂടി അതിന്റെ മേലെ എല്ലാവരും കൂടി. അപ്പൊ ആലോചിച്ച് നോക്കും നിങ്ങള്. അപ്പൊ ഇസ്രായേൽ അവിടെ മാത്രമല്ല ഉള്ളത്, ഇസ്രായേൽ ഇവിടെയുണ്ട്. ഇവിടുത്തെ ഇസ്രായേലാണ് എന്താക്കുന്നത്? അവിടുത്തെ ഇസ്രായേലിനെ പറയുമ്പം പൊള്ളുന്നത്. അതന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ പതിതാവസ്ഥ, ഈ ഇസ്സത്തില്ലായ്മ എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെയാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തൽക്കാലം നമ്മൾ പഠിക്കെങ്കിലും ചെയ്യാം, എന്നിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ആവുന്നത് ചെയ്യാൻ ശ്രമിക്കാലോ.
നമ്മൾ ചിലപ്പോ വിചാരിക്കും നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവിടുത്തെ ഇസ്രായേൽ മാത്രല്ല ഇവിടെ ഇസ്രായേൽ ഉണ്ട് എന്ന് മനസ്സിലാക്കലാണ് ഒന്നാമത് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഇസ്രായേലിനെ തിരിച്ചറിയലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടുത്തെ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ നമ്മളെ കയ്യിൽ ചരൽക്കല്ലുകളോ നമ്മൾ ഹമാസോ ഒന്നുമല്ല. പക്ഷെ ഇവിടത്തെ ഇസ്രായേലിനെ തിരിച്ചറിയാനുള്ളതൊക്കെ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. അത് തിരിച്ചറിയാൻ കഴിയണം. അത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളുണ്ട്. അപ്പൊ ആളുകൾക്കിടയിൽ സംശയത്തിന്റെയും ശത്രുതയുടെയും വികാരങ്ങൾ പടച്ചുവിടുക എന്ന പണിയാണ് അവരെടുക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ ഇസ്രായേലിയും അവിടെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആഘോഷിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ എന്ന് പറയുന്നത് വേറെ എവിടെയോ ഒരു സ്ഥലത്തും, ഇപ്പൊ അമേരിക്ക പോലെ വേറൊരു നാട്, ഇറാൻ വേറൊരു നാട് എന്ന് പറഞ്ഞ പോലെ അല്ല ഈ ഗസയും ജെറൂസലം എന്ന് പറയുന്നത്. തൊട്ടടുത്തടുത്ത സ്ഥലമാണ്, അപ്പുറത്തെ പറമ്പാണ്. ആ അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് ബോംബിട്ട് അവിടെ ഉള്ളവർ മരിക്കുന്നതിന്റെ, ബോംബ് കത്തുന്നതിന്റെ പുകയും വെളിച്ചവും ഇവിടുന്ന് കാണുമ്പോ ഇവരിവിടെ ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അങ്ങനെ നശിക്കേണ്ടവരാണ് അവര് എന്ന വിദ്യാഭ്യാസം ഇവർക്ക് കിട്ടിയത് കൊണ്ടാണ്, ആ ബോധം ഇവർക്ക് ഉണ്ടായത് കൊണ്ടാണ്. നിരന്തരമായി ആ ബോധം നിർമ്മിച്ചെടുത്താൽ എന്താ സംഭവിക്കുക? ഇപ്പൊ ഈ ഹാളിലേക്ക് നിങ്ങളെ കാലിനിടയിൽ കൂടി ഒരു പാമ്പ് വന്നാല് ആ പാമ്പിനെ ഇവിടുന്ന് ആരെങ്കിലും ഒന്ന് രണ്ടാൾക്കാർ കൂടി ഇവിടുന്ന് തച്ചു വന്നാല് അതോ പാവമായി പോയിട്ടോന്ന് ആരും പറയില്ല. എന്താ പറയാത്ത? അത് പാമ്പാണ്. ആ പാമ്പ് മുമ്പ് നമ്മളാരും കടിച്ചിരിക്കുന്നോ? ആ പാമ്പ് നമ്മളാരും ഒന്നും ചെയ്തില്ലല്ലോ. എന്നിട്ട് പിന്നെ എന്തിനാ അതിനെ കൊന്നത്? അത് കൊന്നിട്ടില്ലെങ്കിലും അത് കൊല്ലുന്നതിൽ പെട്ടതാണ്, അത് ഉപദ്രവകാരിയാണ്, അത് നാശകാരിയാണ്, അത് പ്രശ്നാണ് എന്ന് നമ്മൾ ജനിച്ചത് മുതൽ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പം വിഷമുള്ളോ ഇല്ലെന്ന് നമ്മൾ നോക്കൂല, ചേരെ പാമ്പോ നേരെ തിരിഞ്ഞിണ്ടാവൂല, നമ്മളതിനെ അടിച്ചു കൊല്ലും. കാരണം അത് നമുക്ക് അപകടമാണ് എന്ന് ബോധം വെച്ച നാൾ മുതൽ നമ്മൾ കേൾക്കുന്നത് കൊണ്ട് അതിനെ കൊല്ലുന്നതിൽ നമുക്ക് യാതൊരു സങ്കടം ഉണ്ടാവും. അപ്പൊ തച്ചുകൊന്ന് നശിപ്പിക്കേണ്ട ഒരു സമൂഹത്തെ ആദ്യം ചെയ്യേണ്ടെന്ന് വെച്ചാൽ അവരെ കുറിച്ച് പറഞ്ഞു പേടിപ്പിക്കലാണ്. പാമ്പിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞത് പേടിപ്പിക്കലാണ്. അത് കടിക്കും, അത് കൊല്ലും എന്നതാണ്. ഇതേപോലെ മുസ്ലിം സമൂഹത്തെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുക എന്ന പണിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഹിറ്റ്ലർ അവിടെ ജർമ്മനിയിൽ ചെയ്തിരുന്നത്. ജൂതന്മാരെ കുറിച്ച് ഭയപ്പെടുത്തി അവസാനം ജൂതനെ അടിച്ച് കൊല്ലുമ്പോ ആളുകൾക്ക് അതിലൊരു ബേജാറും തോന്നിയില്ല. ഒരു ക്ലാസ്സിൽ വെച്ചൊരു കുട്ടിനെ കുറെ കുട്ടികൾ ചേർന്ന് അടിച്ചില്ലേ, ടീച്ചർ നോക്കിയിരുന്നില്ലേ? അതെന്താ നോക്കിയിരുന്ന ടീച്ചർ? നമുക്ക് സങ്കടം തോന്നും, ടീച്ചർക്ക് തോന്നൂല. കാരണം ഈ കുട്ടി അടി കൊള്ളേണ്ടവനാണ് എന്ന ബോധം ആയിരിക്കുന്നുണ്ട്? ടീച്ചർക്ക്. അവിടെ പ്രശ്നം. ഉത്തരേന്ത്യയിലെ തെരുവുകളില് ചെറുപ്പക്കാരായ മുസ്ലിങ്ങളെ തച്ചു കൊല്ലുന്ന ആൾക്കൂട്ടം നമ്മൾ കാണുമ്പോൾ തന്നെ എന്താ ഇവരെങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഓർക്ക് തോന്നൂല. ഒരു പാമ്പിനെ കൊല്ലുന്നത് കാണുമ്പം തോന്നുന്ന വികാരം ഓർക്ക് തോന്നാം. അപ്പൊ നിരന്തരമായിട്ട് മുസ്ലിങ്ങൾ അപകടകാരികളാണ്, ഭീകരവാദികളാണ്, പ്രശ്നക്കാരാണ്, കുഴപ്പക്കാരാണ്, അലമ്പാണ് എന്നിങ്ങനെ പ്രചരിപ്പിച്ച് അതിനാണ് ഇസ്ലാമോഫോബിയ എന്ന് ഇംഗ്ലീഷിൽ പറയാം, വേറൊരു സാധനമല്ല. അങ്ങനെ നിരന്തരം പറഞ്ഞ് എഴുതി കാണിച്ച് ടി.വിയിൽ കണ്ട്, വാർത്തയിൽ കണ്ട്, ചർച്ചയിൽ കേട്ട് അങ്ങനെ നിരന്തരമായി കഴിഞ്ഞാൽ ഇവിടെ ഒരു കലാപം ഉണ്ടായി മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്താലോ അവരെ തീ കത്തിച്ചാലോ അത് നോർമലൈസ് ചെയ്യപ്പെടും. ആർക്കും പ്രത്യേകിച്ച് ഒരു വികാരവും ഉണ്ടാവില്ല. എന്താ ഇത് ടീച്ചർ മാത്രമേ ഉള്ളൂ ഇവിടെ? എത്ര ടീച്ചർമാരുണ്ട്? അവർക്ക് എന്തേ ഓണം ഉണ്ടെന്നതിന് തടസ്സം ഉണ്ടായില്ല പലസ്തീൻ മക്കളെ കാര്യത്തിൽ? അത്യപൂർവം ആളുകൾക്കല്ലേ ഇതിലൊരു വിഷമം ഉണ്ടാവുന്നുള്ളൂ. എന്തുകൊണ്ടാ ബാക്കിയുള്ളവർക്ക് വിഷമമില്ലാതായത്? ആ വിഷമമില്ലായ്മ ഇങ്ങനെ കൂടി
ആർക്കും വിഷമമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. ആ എത്തിക്കാനുള്ള പണിക്കാണ് ഇസ്ലാമോഫോബിയ. അപ്പൊ ആദ്യം തന്നെ ഈ പേടി ഉണ്ടാക്കിക്കലാണ്. പേടി ഉണ്ടാക്കി ആ പേടി ഇങ്ങനെ വർദ്ധിപ്പിച്ച് കൊണ്ടുവരാം. ഈ പണി മുമ്പേ തന്നെ അവിടെ ചെയ്തു, അതിന്റെ ഫലമാണ് അവിടെ നടക്കുന്നത്. ഇവിടെയും ആ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇവിടെയും. അപ്പൊ ആ ഭയപ്പെടുത്തലുകൾ, പേടിപ്പിക്കലുകൾ, ഇസ്ലാമോഫോബിയ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പേടിയുടെ അന്തരീക്ഷം ഇല്ലാതാക്കാൻ ബോധപൂർവമായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഖുറാനിൽ എന്തെല്ലോ ഉണ്ട്. അപ്പൊ നമ്മൾ വിളിച്ചുകൊണ്ടുവരണം ഖുറാൻ ക്ലാസ്സിന്. നമ്മൾ അങ്ങനത്തെ ഒരു പദ്ധതി ഇട്ടീന്റെ മുമ്പ് അല്ലെ, നമ്മൾ ഖുറാൻ ക്ലാസ്സിൽ ക്ഷണിച്ചു കൊണ്ടുവരാൻ പള്ളികളിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരണം. പള്ളിയിൽ എന്താ ഉള്ളതെന്ന് കാണും. പള്ളി മൊത്തത്തിൽ കുഴപ്പമില്ലെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലം ഉണ്ടാവരുത് എന്നാണ് പള്ളി. ആയുധം വെക്കണ സ്ഥലം. അപ്പൊ നമുക്ക് അത്ഭുതം, ആയുധം വെക്കണ സ്ഥലം പള്ളിയിലില്ലല്ലോ. കബറുള്ള പള്ളിയിലാണെങ്കിൽ കബറ് വയ്ക്കാനുള്ള വികാസം കൈക്കോട്ടും ഒക്കെ ഉണ്ടാവുക എന്നല്ലാതെ വേറൊരു സാധനം അവിടെ ഇല്ലല്ലോ. പക്ഷെ ഇവര് വിചാരിക്കുന്നത്, ഇവരെല്ലാരും അല്ല, തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ മിഹ്റാബ് എന്ന് പറയുന്നത് എന്താണ്? ആയുധപ്പുരയാണ്. ഏതോ ഒരു ജനലിന്റെ ഉള്ളിൽ കൂടി സുന്നിപ്പള്ളിയിലൊക്കെ നോക്കുകയും ചെയ്താൽ ചിലപ്പോ ഒരു വാളാണ് ചാരി വെച്ച് കാണുകയും ചെയ്യും, മെമ്പറിന്റെ അടുത്ത്. ആ വാള് എന്ത് വെട്ടിയാലും മുറിയാത്ത ഒരു മരക്കഷ്ണത്തിന് പെയിന്റ് അടിച്ചതാണ് എന്ന് ജനലിന്റെ ഉള്ളിൽ കൂടി നോക്കണൊക്കെ അറിയില്ലല്ലോ. അറിയോ? ആ വാളുകൊണ്ട് എന്തെങ്കിലും മുറിയോ? ഒന്നും മുറിയും. അപ്പോ തെറ്റിദ്ധാരണയാണ്. അപ്പൊ വിളിച്ചു കൊണ്ടുവരണം, കാണിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കും, നമ്മളിപ്പോ എന്തിനാ ഓലെ ഇങ്ങനെ താങ്ങുന്നത്, എന്തിനാ പോലെ സന്തോഷിപ്പിക്കുന്നത്, എന്തിനാ ഇപ്പൊ നമ്മളെ മതേതരത്വം തെളിയിക്കുന്നത്? അങ്ങനെ വിചാരിക്കരുത്. കാരണം നമ്മളെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ അത്രയേറെ തെറ്റിദ്ധാരണകൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു, പരന്നുകൊണ്ടിരിക്കുന്നു. ചില വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് പറയുന്നു, എനിക്ക് ധാരാളക്കണക്കിന് മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കാവും നല്ല മനുഷ്യൻ. യഥാർത്ഥത്തിൽ എന്താ ഇയാൾ പറയുന്നത്? എന്നെ പോലെയുള്ള ഒരു സെലിബ്രിറ്റിക്ക് മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് പറയുന്നത് അത്ഭുതകരമായ കാര്യമായി മാറുന്ന ഒരു ലോകം സൃഷ്ടിക്കപ്പെടുന്നു. അത് ചെറിയ സംഭവമല്ല. മുസ്ലിം സുഹൃത്തുക്കളോ? എനിക്ക് മുസ്ലിം സുഹൃത്തുക്കൾക്ക്, എനിക്ക് മുസ്ലിങ്ങളൊക്കെ നല്ല ബന്ധമാണ് എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? ഓട്ടോ ഡ്രൈവർക്ക് പേഴ്സ് കിട്ടിയത് ഉടമക്ക് തിരിച്ചു കൊടുത്തു എന്ന് വാർത്ത വായിക്കുമ്പോൾ നമുക്ക് സന്തോഷ പെട്ടെന്ന് തോന്നുക. യഥാർത്ഥത്തിൽ സങ്കടമാണ് തോന്നേണ്ടത്. എന്താ കാര്യം? അതൊരു വാർത്തയാകാൻ മാത്രം കള്ളത്തരാണ് ഇവിടെ നടക്കണമെന്നുള്ളതുകൊണ്ട്. പേഴ്സ് കിട്ടിയാൽ സാധാരണ എല്ലാവരും തിരിച്ചു കൊടുക്കലാണെങ്കിൽ ഇത് വാർത്തയാവൂല. എല്ലാവരും തിരിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് ഒരാൾ തിരിച്ചു കൊടുക്കുമ്പോൾ എന്താകുന്നത്? അത് വാർത്തയാവും. നമ്മളിപ്പോ വായയിലൂടെ ഭക്ഷണം കഴിക്കണ വാർത്തയാവോ? കക്കോടിയിൽ ഇന്നടത്തുള്ള ഇന്നാള് ബനിയാനുള്ള അബൂബക്കർ എന്നവരുടെ ഭാര്യ സുഹറ വായയിലൂടെ ഭക്ഷണം, അതൊരു വാർത്തയല്ല. അതേസമയത്ത് 2 കഷ്ണം പത്തിരി കണ്ണുകൂടി തിന്നാലോ, അതൊരു വാർത്ത. ആൾക്കാർ കാണാൻ വരും, ഔലിയാണെന്ന് തോന്നും, ചിലപ്പം പലതും സംഭവിക്കും. അപ്പോ സാധാരണ നടക്കാത്തത് നടക്കുന്നതിനാണ് വാർത്ത എന്ന് പറയാ. അപ്പോൾ കള്ളത്തരം കാണിക്കാത്ത ഒരാൾ ഉണ്ടാകുന്നത് വാർത്തയാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കള്ളത്തരം വ്യാപിച്ചു എന്നാണ്. അപ്പം എനിക്കൊരു മുസ്ലിം സുഹൃത്തുണ്ട് എന്നൊരു സാഹിത്യകാരൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മുസ്ലിം സുഹൃത്തുണ്ടാവൽ എന്താണ്? ഒരു സാധാരണ സംഭവം അല്ലാതായി മാറുന്നു എന്ന് പറയുന്ന അപകടകരമായ സ്ഥിതിവിശേഷം ഉണ്ട് എന്നതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉപകാരപ്രദമായ വിജ്ഞാനത്തെ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഉപകാരമില്ലാത്ത അറിവിൽ നിന്നും, ശമനമില്ലാത്ത രോഗങ്ങളിൽ നിന്നും, വെട്ടിത്തീർക്കാൻ കഴിയാത്ത കടബാധ്യതകളിൽ നിന്നും, മരണസമയത്തെയും ഖബറിലെയും നരകത്തിന്റെയും അദാബുകളിൽ നിന്നും നമ്മെയും നമുക്ക് പ്രിയപ്പെട്ടവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين.